വേണമെങ്കിൽ കുറച്ച് ഈന്തപ്പഴമൊക്കെ തിന്നാം. ഇത് എന്താ റബ്ബർ വെച്ചിട്ടാണോ? മെറീസ കമോൺ. ശരിയാ, 2 അടിച്ചാൽ ഛർദ്ദിക്കാൻ പറ്റില്ല. കറക്റ്റ്. അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ പറ്റില്ല. നമ്മള് നല്ല മൂഡിലും നമ്മൾ നല്ല മനസ്സോടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ബോയ് ഫ്രണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓക്കാനം വരത്തില്ല. നമ്മൾ വേറൊരു പുരുഷനാണ്, ഇതൊരു വേറൊരാളെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ സാധനം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓക്കാനം വരും, നമുക്ക് ചെയ്യാൻ തോന്നില്ല, ഛർദ്ദിക്കാൻ വരും. നമ്മളുടേതാന്ന് മാത്രം നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ ഓക്കാനം വരില്ല. നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ആസ്വദിക്കും, എത്ര കിട്ടിയാലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്നോട് പറയും മതി മുത്തനി, മതി ചെയ്യണ്ട എന്ന് പറയും. ഞാൻ പറയും ഇല്ലോ, എനിക്ക് ഇനി വേണം എന്ന് പറയും. എന്നിട്ട് ഇവിടെ വായിൽ വെച്ചിട്ട് തന്നെ ഇറക്കണം. അത് വരുമ്പോ നമുക്കറിയാം നമ്മൾ എടുക്കാൻ പാടില്ല. നമുക്കിവിടെ പെടയ്ക്കും. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ വെച്ചിങ്ങനെ പൊളി. പിന്നെ വിഷ്ണു സത്യം, വായ തുപ്പിക്കളയാൻ പാടില്ല. 2 അടിച്ചാൽ വായിലെടുക്കാൻ തോന്നൂല. അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ ഉണ്ടേ ഞാന് ഡീസന്റ് മീറ്റ് ഉണ്ടോ ബിജി? എന്റെ അടുത്ത് വരുന്ന ആൾക്കൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറ്. വാ നമുക്ക് പോവാം. പറ്റില്ല, മൂടായിട്ടൊന്നുമില്ല. മെറീസ ബട്ടർ ഫുഡ് കഴിച്ചാ? ഐസ്ക്രീം വെച്ച് ചെയ്ത ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു ഇതുണ്ടാവും, നമുക്ക് തോന്നൂല. നമ്മള് നോർമലി ചെയ്താൽ മതി. നോർമലി ചെയ്തിട്ട് നമ്മൾ ആ മുട്ടില്ലേ, അതായത് ആണുങ്ങളൊരു ഇത്, അവിടെ ചെറിയൊരു ചോക്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി. ഒരു തരി, കുണാഫയുടെ തരി വെച്ച് കൊടുത്തിട്ട് ചെയ്യുക. കഴിച്ചു എന്താ കഴിച്ചേ? ചേച്ചി ബട്ടർ പോലെ ചേച്ചിക്ക് വിശക്കുന്നു. ചേച്ചി മീൻ വെള്ളത്തിലിട്ട് വറുത്ത് നമുക്ക് ചോറുണ്ടാവും. ഓക്കെ, കുണാഫയുടെ തരി വെച്ചാൽ മതി. കുണാഫയുടെ അടിപൊളിയാ. കുണാഫ തരി പൊളിച്ചു. ഇത് രുചിയാന്നറിയോ? എന്നിട്ട് ആ തരിപ്പ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നതിനിടയിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വരും. അപ്പൊ നമ്മുടെ വായിൽ വരും ആ തരിപ്പ്. അപ്പൊ നമ്മള് ആ തരി ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ കടിക്കണം. എന്നിട്ട് ഇടയ്ക്ക് പറയണം കൊള്ളാട്ടാ. എന്നിട്ട് നമ്മളിങ്ങനെ താഴേന്ന് മേലോട്ട് താഴേട്ട് അതിങ്ങനെ വട്ടം കറക്കി. ഫിംഗമ്മി കൊതിയാവും. അത് എങ്ങനെ പറ? അതൊക്കെ ഡേഡി ബിജി തുപ്പി തൊലിപ്പിച്ച് ചെയ്യൽ ഇഷ്ടം. എനിക്കിഷ്ടമാണ്. തുപ്പണയല്ലേ അത് നല്ല സുഖ. അത് ആണിനും സുഖം, പെണ്ണിനും സുഖം. അത് അടിപൊളിയാ. അത് അടിപൊളിയല്ലേ? സൂപ്പറാ. അത് നല്ല സൂപ്പർ സാധനം. അതറിയില്ല, ചെയ്തിട്ടില്ല, അറിയില്ല. ഞാൻ നാളെ പറഞ്ഞുതരാം. അത് അടിപൊളിയല്ലേ? വാട്സപ്പ് ഒക്കെ ചേച്ചി സത്യം ചേച്ചിക്ക് അറിയില്ല? ചെയ്തിട്ടുണ്ടാ? ട്രൈ ചെയ്യ്. അറിയോ? ഞാൻ അറിയും. ചെയ്തേക്കണോ ബുജി? അറിയാൻ മനസ്സിലായി, നടക്കുന്നതൊക്കെ മനസ്സിലായി. ഇവിടെ എന്താന്ന്, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നില്ല, ചെയ്തിട്ടില്ല. അശ്ശേ മൈനു, ഈ ആശപ്പ ചേച്ചിക്ക് ഒന്നും അറിയില്ല കേട്ടാ. ചെയ്യണം, അതേപോലെ ചേലോട് ജയിച്ചാ മതി. സുഖാണ് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തൊക്കെ ഇവിടെ നടക്കണെന്ന് മനസ്സിലായാ? ഞാൻ അങ്ങനെ കുടിക്കലാണ്. പക്ഷെ അങ്ങനെ കുടിക്കരുത്. ഞാൻ നിങ്ങളോട് പറയില്ല. ബിജി ഒന്ന് എന്റെ അടുത്ത് വരുന്നവർക്ക് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കൂ. ഹായ്, അവൻ ഫാൻസ് അത്രയാണ്. നമ്മുടെ എല്ലാം മോഡൽ ചെയ്ത് ആശ തീർക്കണം. പിന്നല്ല, അവിടെ വണ്ടിയും വന്ന് ദൂരി മുട്ടിയാൽ ബി കെയർഫുൾ. പോണമയിലേ പിടിച്ച് ബ്ലോക്ക് അടിക്കേച്ചി. അറിഞ്ഞു എന്താ ചെയ്യാ ല്ലേ? പക്ഷേ ഞാൻ ഇവിടുന്ന് മാറുവാ. ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറൂ. പക്ഷെ 4500 റെന്റ്. അതില് പറഞ്ഞു 4200 ആക്കി. ഈ മാസം മാറും. കുഴപ്പമില്ല, അത്ര റെന്റ്. എന്താ ചെയ്യാ? റൂമൊന്നും കിട്ടാനില്ല.
അപ്പൊ അങ്ങോട്ട് കുറച്ചങ്ങ് നീങ്ങിട്ടോ. ബ്ലോക്ക് ഇല്ലേ ഇപ്പോഴും. നമ്മൾ വേറെ ഐഡിയുണ്ട്. 4500 റെന്റ് മാസം പുതിയ റൂമിന്. ആ ഞാൻ ഇന്ന് വിളിക്കാം, ഒരു 3 മണി വരെ വിളിക്കാം ട്ടാ. ഫോൺ എടുക്കണേ, ഞാന് ബോട്ട് വിളിക്കാം. ഞാൻ ലൈവ് ബോട്ട് വിളിക്കാം. ഹായ് വെടി നിന്റെ തള്ള. ഐ ആം കുവൈറ്റ്. അവനൊക്കെ വലിയ ഗിഫ്റ്റ്, വലിയ ഗിഫ്റ്റർമാരെ ആശാമാരൊക്കെ അല്ലേ. വിജിയുടെ മൂലം വലുതായി. ആര് പറഞ്ഞു എന്റെ മൂലം വലുതായിരുന്നു? ചെറുതാ. നാളെ കാണാൻ പറ്റുമോ? ഈന്തപ്പഴം കഴിക്കുന്നതാണ് കേട്ടോ. ബാഡ് കമന്റ് മ്യൂട്ട് അടിക്കാം. ബട്ടറോ മൂന്ന് കഴിക്കാം. ദമേ ഞാനും മെൻസസ് ആവോ? കണ്ടാറ മെൻസസ് തെറ്റിക്കെടുത്താണ്. ഇന്ത്യൻ മെൻസസ് ആയ എല്ലാം മുറിച്ചു. അയ്യോ തെറ്റിയിരിക്കുക. തെറ്റിയ സമയത്ത് കഴിക്കാൻ പാടില്ല, അപ്പൊ മെൻസസ് ആവും. ഞങ്ങൾ നാളെ ആയ പണി കിട്ടും. ഇന്ന് നാട്ടിൽ പോവാ. അയ്യോ വേണ്ട, പള്ളിയിൽ കുർബാന കൊള്ളാൻ പാടും. ഇതെപ്പോഴാണോ മെൻസസ് ആയ പള്ളിക്കകത്ത് കയറാനും പാടില്ല, ആദ്യ കുർബാന കൊള്ളപ്പാട് നിൽക്കാൻ പാടില്ല, കുമ്പസാരിക്കാൻ പാടില്ല. പണി കിട്ടുവോ? എന്റെ ഈശോയെ, ഈ തവണത്തെ മെൻസസ് ഒരു 27-ാം തീയതി തരുമോ? 28, 29, 30, 3-ാം തീയതി കൊച്ചുങ്ങളുടെ പരിപാടിയാ. അതിനാവാലേ എന്റെ ഈശോയെ. 10 വർഷം ശേഷം കുമ്പസാരിക്കാൻ പോകുന്നേ ഞാൻ. ഈ 3-ാം തീയതി ഒന്നും എനിക്ക് മെൻസസ് ആക്കി തരില്ല എന്റെ ഈശോയെ. ഞാൻ കുർബാന ആയിക്കോണ്ടോട്ടെ. 10 വർഷം 11 വർഷം ഞാൻ കുമ്പസാരിച്ചിട്ട് ഒന്നും എനിക്ക് ആവശ്യമായിട്ടൊന്ന് കുമ്പസാരിച്ചോട്ടെ. തെറ്റിയിരിക്കുന്നതുകൊണ്ട് 1-ാം തീയതി ആവോ 2-ാം തീയതി ആവോ ഇപ്പൊ ടെൻഷനാ. പിള്ളേരെ പരിപാടി എടുക്കാണ്. എന്റെ മോളെ ചെയ്തപ്പോഴതാ കണ്ടോ, പറിച്ചുകൊണ്ട് വന്നോ. എന്ത് ചെയ്യാ, വച്ചാത് തോന്നുന്നു. ബിജിമോളെ, ഈത്തപ്പഴത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞു തരുമോ? ഈന്തപ്പഴത്തിന്റെ കുരു ഇതിങ്ങനെ തന്നെ യോനിക്കാതെ വെച്ചിട്ട് പതുക്കെ പതുക്കെ തിന്നു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് രസവും പുളി രസവും മാത്രം തിന്നിക്കണോ. അതായത് ഇതിന്റെ കുരു കളയാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട. ഇതിങ്ങനെ തന്നെ കയറ്റിയിട്ട് എന്നിട്ട് ചെയ്യണം. നമ്മൾ ഈ തിന്നാലും ഇതിന്റെ കുറച്ച് തള്ളി വരും. അപ്പൊ അത് ഫുള്ളും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒന്നാമത് ഇത് ഡെയിലി 10 കഴിച്ചാൽ ആണൊക്കെ പോവാതിരിക്കും. നല്ലതാ, ട്രൈ ചെയ്തോ.